കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്ന CM ഉണ്ടാവണം. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ കരങ്ങൾക്ക് ത്രാണിയും ശേഷിയുമുള്ള CM ഉണ്ടാവണം. എത്രയും മാസമായിട്ട് കാണിച്ച പിണറായി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? പ്രസവ വാർഡിൽ പ്രസവം നിർത്തി കിടക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഇവിടെ കിടക്കുന്നില്ല. പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? 20,000 കോടിക്ക് മേളിലുണ്ട് വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പിന്റെ കഥകളും ഇതൊക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര രീതിയിൽ അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഭീകരമായ തട്ടിപ്പ്. പക്ഷേ ഈ മോദിയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളനായ വെള്ളാപ്പള്ളിക്ക് പത്മ അവാർഡ് കൊടുക്കും. മോദിയും ആ ഫിയർ ഫാക്ടറിന് അടിമയായി എന്നാണ് പറയുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പല ശ്രീനാരായണീയന്മാരുടെയും വിചാരം അദ്ദേഹമാണ് SNDP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കെട്ടിപ്പടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷമാണ് SNDP കോട്ട പോലും ഉണ്ടായത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ശ്രീനാരായണീയരെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹം എന്താണെന്ന് കുറച്ചും കൂടി അറിഞ്ഞു വരുമ്പോൾ ഇത്തരക്കാരോട് ഇങ്ങനെ ഇദ്ദേഹമാണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നവരോട് അങ്ങേയറ്റം പുച്ഛം തോന്നിയിട്ടുണ്ട്. ഇവരൊക്കെ ഇടുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും പിണറായി വിജയനും ബാക്കിയുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടുന്ന ഷൂ പോളിഷ് ഉണ്ടല്ലോ, അവരിടുന്ന ചെരുപ്പിന്റെ ഷൂ പോളിഷ്. ആ ഷൂ പോളിഷിൽ ഈ ഇച്ചിരി വിഷമുണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ എന്നെ ചത്തുപോയെന്നറിയോ? അമ്മാതിരി കാല് നക്കലാണ് ഇവന്മാരെ നക്കുന്നത്. ഉറപ്പായിട്ടും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെതിരെ 127 കേസുകളുണ്ടെന്ന് താങ്കൾ പറയുമ്പോഴും അതിലിപ്പോൾ മഹേഷിന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഈഴവ സമുദായത്തെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിൽ. അവരാണ് ഈ സിമന്റ് നാണുവെന്നും അവരാണ് ഈ പറയുന്ന പോലെ തലയിൽ തേങ്ങ അടിച്ചു കൊന്നുവെന്നും പറഞ്ഞ് ഗുരുവിനെ അപമാനിക്കുന്ന ഒരു വർഗീയ വിഭാഗം. തങ്ങളുടെ 3 ആലിഗേഷൻസ് ഒക്കെ കൂടി കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ 2 അക്ഷരക്കാരനായ മുളകിന്റെ പേരുള്ള ഹോട്ടൽ ഉടമയും ഇപ്പുറത്ത് BJPയുടെ ഡീലും ഇപ്പുറത്ത് അമ്മയിൽ നിന്നും കാശ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങുന്നതൊക്കെ കൂടി വരുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ശരിയാണെന്നാണോ പറയുന്നത്? അത് 100% ശരിയല്ലേ? ഇത് വരാൻ പോകുന്നതിന് ഭീകരമായ കണക്കുകളാണ് പുറത്തു വരാൻ. 15 കോടിയുടെ ഡീല് എന്ന് പറയുന്നത് 15 കോടിയൊന്നും ഒന്നുമല്ല 15 കോടി. തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ ജോയിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു അതുണ്ടായിരുന്നത്. എങ്ങനെയാണ് തുഷാറിന്റെ സൈൻ ഇല്ലാണ്ട് മഹേഷിന് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്താൻ പറ്റുക? ഈ 2 തെണ്ടികളും ഉണ്ടല്ലോ, ഈ 2 നാറികളുമാണ് സമുദായത്തെ വെച്ച് ഇവിടെ വർഗീയതയും പറഞ്ഞ് ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാതെ. ഇപ്പം TL ഡോൾഗോയെ പോലുള്ള വക്കീലന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ബാക്കി തൊട്ട് മുമ്പ് ഒരു വക്കീലിരുന്ന് വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് തന്നെ പൈസയും മേടിച്ചിട്ട് നമ്മളുടെ ഗോപാലേട്ടൻ്റെ അടുത്തുനിന്ന് മീറ്റിങ്ങും കൂടിയിട്ട് വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് പൈസയും മേടിച്ചിട്ട് പോകുന്ന ഒരു വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഗുണം. QR കോഡ് കൊണ്ട് സ്കാൻ ചെയ്ത് പൈസ മേടിക്കുക. താങ്കൾക്ക് ഈ പറയുന്ന ഫിയർ ഫാക്ടർ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ? ആരെങ്കിലും ഭയം ഉണ്ടോ? എനിക്ക് ഏറ്റവും വലിയ ഭയം എന്നെ തന്നെ. ഞാൻ അടുത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിദ്യകളുണ്ട്, ക്രിയകളുണ്ട്. ബുദ്ധിയെ മറപ്പിച്ച് കളയാൻ പറ്റും, നമ്മളുടെ എനർജീസിനെ മാറ്റാൻ പറ്റും, 2 പേര് തമ്മിലിരിക്കുന്നവരെ എതിർപ്പിക്കാൻ പറ്റും, സംശയമുണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിന്റെ കളികളാണ്. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് എപ്പോഴും ധർമ്മം ജയിക്കണം എന്നുള്ളതാണെങ്കിൽ ഇപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലത്തെ ഫൈറ്റ് നടക്കുന്ന ഗുരുധർമ്മവും ആഭിചാരവും തമ്മിലാണ്. അതായത് വെള്ളാപ്പള്ളിയും താങ്കളും തമ്മിലാണ്. ഇത്തരത്തിലൊരു ഫൈറ്റ് വരുമ്പോൾ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ അന്തിമ വിജയം ധർമ്മത്തിനായിരിക്കും. പക്ഷെ വെള്ളാപ്പള്ളിയുടെ അഭിചാരങ്ങൾ പലപ്പോഴും ഫലിക്കുന്നു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. ഈ ഒരു പവർ, ആത്മീയത അല്ലെങ്കിൽ താന്ത്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാധനം കൂടിയാണത്. പവർ അറിയുന്ന യഥാർത്ഥ പവർ ഹോൾഡ് ചെയ്യുന്നവരാരും മിസ്യൂസ് ചെയ്യില്ല. ഇപ്പം തന്നെ ഇവിടെ തന്ത്രത്തിന്റെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അറിയാലോ, സ്ത്രീകളെ നീ ദേവി ഞാൻ ശിവൻ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പാവം ആൾക്കാരെ തെറ്റായ രീതിയിലുള്ള ഇതാക്കി വിടുന്നുണ്ട്. തന്ത്രം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. അതുപോലെ ക്ഷേത്രം ഇന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ക്ഷേത്രത്തിൽ പോലും നല്ല RSSകാരില്ല, അറിയോ? RSSകാരെ ഒന്നും ക്ഷേത്രത്തിൽ ഇന്നിവിടെ പാവക്കുളത്തിൻ്റെ കേസ് അടക്കം അതിലൊന്നും RSSകാരെ യഥാർത്ഥ ധർമ്മബോധമുള്ള RSSകാരെ വെച്ചിട്ടില്ല. എല്ലാം RSS ആണെന്ന് പറഞ്ഞ് കയറി നിൽക്കുന്നവരാണ്. ഇവനൊക്കെ ഗൃഹസ്ഥന്മാരും ഈ പറയുന്ന ബ്രോക്കർമാരും ഈ പറയുന്ന പല തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന ഈ BJP ഇത്രയും പവിത്രമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാജ്യത്തിൻ്റെ. അതിനെ കംപ്ലീറ്റ് ഇവന്മാർ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞു.
എത്ര ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന ക്ഷേത്രങ്ങൾ, അത്രയും ദൈവികമായ ക്ഷേത്രം, അതിൽ കംപ്ലീറ്റ് കമ്മിറ്റിയിൽ ഇതിലും ഇത് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ സ്ഥിരം ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചത് എന്തൊക്കെയാണ്, ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയുടെ രത്നങ്ങളും ഇതും കവടിയാർ കൊട്ടാരവുമായി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഒരു നിയമ നടപടികൾ ഇവിടെ ഒരു സർക്കാരും എടുക്കുന്നില്ലല്ലോ. അതുപോലെ തെളിവടക്കം കൊടുത്തിട്ടും എടുക്കുന്നില്ലല്ലോ. എന്നാൽ ഒരു സാധാരണക്കാരൻ 5000 രൂപയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ മോട്ടിക്കുകയോ പിടിക്കുകയോ ഒരു എന്തെങ്കിലും ഗൂഗിൾ പേ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവനെ കൊണ്ട് പീഡിപ്പിക്കാനുള്ള വഴിയൊന്നുമില്ല. ഒരു ചെറിയൊരു ലോൺ ഒരാൾ എടുത്തിട്ട് പോയിട്ട് അടച്ചില്ലെങ്കിൽ, ഒരു 10000 രൂപ 1,00,000 രൂപയുടെ ലോൺ അടച്ചില്ലെങ്കിൽ അവനെ ഈ പറയുന്ന പോലെ എല്ലാവരും വിളിച്ച് ഫോൺ കോൾ വിളിച്ചും ബഹളം വെച്ചും അവൻ ഊപ്പാട് വരുത്തും. ഈ വലിയവന്മാരെ എന്താ ഒന്നും ചെയ്യാത്ത 20,000 കോടിക്ക് മേളിലുണ്ട് വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പിന്റെ കഥകളും ഇതൊക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര രീതിയിൽ അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഭീകരമായ തട്ടിപ്പുകൾ, അത് പറയണത് ഒരുപാട് പറയാനുണ്ട്. അടുത്തത് മറ്റുള്ള ഇപ്പം ഇതൊന്നും ചെയ്യില്ലേ ഇവിടെ. അതുപോലെ താഴികക്കുടം, ഇവിടുത്തെ ഈ ക്രൈമിലെ നന്ദഘട്ടനല്ലേ അദ്ദേഹം താഴികക്കുടത്തിന് 9 താഴികക്കുടം അടിച്ചുകൊണ്ട് പോയി. അതിനുശേഷമല്ലേ കിങ് ഫിഷറിന്റെ ഫ്ലൈറ്റ് വാങ്ങുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ 39 കിലോ ഗോൾഡും 1900 kg കോപ്പറുമാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷേ ഈ ഇറിഡിയത്തിന്റെ രീതിയിലുള്ള ഫണ്ട് എത്രയാണ്? ഇന്ന് ഇവിടെ 1,20,000 മെട്രിക് ടൺ സാധനമാണ്. അതായത് 3 വർഷത്തേക്ക് 300 വർഷത്തേക്ക് ഇന്ത്യക്ക് കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള സാധനമാണ് ഇവിടുന്ന് കയറ്റി വിടുന്നത്, തോറിയമടക്കം. അതിൻ്റെ വരുന്ന പൈസകളെ പറ്റി ഇവിടെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഇതെല്ലാം ഇവിടെ കച്ചവടങ്ങളും ഇതുമാണ്. അപ്പം വലിയ വലിയ അഴിമതി നടത്തുന്നവന്മാർക്ക് ഒരു പ്രശ്നമില്ല, ചെറിയ ചെറിയ അഴിമതി നടത്തുന്നവന്മാർക്ക് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വൈറ്റ് കോളർ ക്രിമിനൽസ് എന്ന് സേഫാണ്, ബ്ലൂ കോളർ ക്രിമിനൽസ് ആണ് പ്രശ്നത്തിലാവുന്നത്. ഈ 9 താഴികക്കുടങ്ങളിലേക്ക് വരുമ്പോൾ ശബരിമല ഒരുപാട് വിവാദമായ ഒരു കാര്യമാണ്. ഇപ്പൊ അയോധ്യയിലെ കാര്യങ്ങൾ രാമക്ഷേത്രത്തിലെ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ഇനി അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ BJP സ്ഥാനാർത്ഥിയായിരുന്ന പഞ്ചായത്തോ ഇലക്ഷനോ മറ്റോ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു സ്ത്രീ, അവര് പാലക്കാട് ഒരു ഭണ്ണാരം കുത്തി തുറന്നു എന്ന് പറയുന്ന കേസിലെ പ്രതിയാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൊള്ളകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വാമി പറഞ്ഞതുപോലെ ഇറിഡിയം എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ ഒരുപാട് കഥകളിലേക്ക് അത് വഴിമാറുന്നുണ്ട്. ഇറിഡിയം ഒരു പ്രത്യേക അനുപാതത്തിൽ ഇടിമിന്നലേൽക്കുമ്പോൾ അത് മറ്റൊരു പവറായിട്ട് മാറും എന്ന രീതിയിലേക്കും വരുന്നുണ്ട്. അപ്പം അത്തരം നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിക്ക് അറിയാത്തതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്ന വലിയ വലിയ അമ്മമാര് സേഫായിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ശബരിമലയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് വന്നു, മൊത്തം ഒന്നും വരത്തുമില്ല. അതായത് ഇന്ന് വരും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിധ ഉറപ്പുമില്ല. ഈ സ്വാമി പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇതുപോലെ തുറന്നാരെങ്കിലും പറയുമോ അല്ലെങ്കിൽ ഇതിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് യാതൊരു. നല്ലൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടാവണം ഇവിടെ, നല്ല ഒരു CM ഉണ്ടാവണം. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാനും ഭയരഹിതനായി പെരുമാറാനും കപ്പാസിറ്റിയുള്ള, എല്ലാവരുടെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു CM അല്ല, കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്ന CM ഉണ്ടാവണം. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ കരങ്ങൾക്ക് ത്രാണിയും ശേഷിയുമുള്ള CM ഉണ്ടാവണം. ഫിയർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ഫിയർ ഫാക്ടർ ഇല്ലാത്തവനാണ് CM. അങ്ങനെ ആയിരിക്കണം. എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യനല്ലേ CM ആയിട്ട് വരുന്നത്. മനുഷ്യന്റെ അപ്പുറത്തൊരു തലമുണ്ട്. രാജാക്കന്മാർ, ധർമ്മം പാലിച്ച് ധർമ്മം സ്ഥാപിച്ച രാജാക്കന്മാർ എങ്ങനെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്? ഇന്ന് ഇവിടെ പോലീസുകാരെ ഫ്രണ്ട് നിർത്തിയിട്ട് യുദ്ധം ചെയ്യുന്നവരാണ്, പോലീസിനെ വെച്ചിട്ട് ബലി കൊടുക്കുന്നവരും, മാധ്യമങ്ങളുടെ PR വർക്കിൽ വന്നിരിക്കുന്ന CMമാരെയും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും ഇവിടെ സാധിച്ചിട്ടുണ്ടോ? അത്തരത്തിലൊരു ഫിയർ ഫാക്ടർ ഇല്ലാണ്ടിരിക്കണമെങ്കിലും മോദിയെ പോലെ മോദിക്ക് ബാച്ചിലർ ആയിരിക്കണം എന്ന് മാത്രമല്ല, മോദിയുടെ കേസിൽ കുടുംബം എന്ന് പറയുന്നത് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നമ്മളുടെ ജീവനേക്കാളും വില കൊടുക്കും. നമ്മള് മക്കളുണ്ടെങ്കിൽ കൂടെ ഉള്ളവരുടെ മോദിക്കും ലിമിറ്റഡ് ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. മോദിയിലായിരുന്നു വലിയ പ്രതീക്ഷ. അദ്ദേഹത്തിന് കുടുംബമില്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷേ മോദി ഇത്രയും സ്ട്രോങ് ആയിരുന്നു. ഞാൻ പോലും മോദിയെ കഴിഞ്ഞ ഇലക്ഷന് മോദിയെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ടീമാണ്, നമ്മുടെ ഗ്രൂപ്പാണ്, നമ്മുടെ സന്യാസികളാണ്. ഞാൻ ഡയറക്റ്റായിട്ട് ഇറങ്ങി റോഡ് ഷോ വരെ മോദിക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഹിസ്റ്ററിയിൽ തന്നെ അതുണ്ട്. ഇപ്പോഴും മോദിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോദിയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളനായ വെള്ളാപ്പള്ളിക്ക് പത്മ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ
തെറ്റ് കണ്ടാൽ മോദിയെ തിരുത്താൻ കഴിയുന്ന ഒരു സംഘടനയും ഒരു ശക്തിയുടെയും ഭാഗമാണ് ഈ ബദ്രാനന്ദ്. ഇവിടെ ബാക്കിയുള്ളവർ തൊഴുതുകൊണ്ട് നിൽക്കുന്നു, നമുക്ക് തൊഴുതുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. മോദിയും ആ ഫിയർ ഫാക്ടറിന് അടിമയായി എന്നാണോ പറയുന്നത്? എല്ലാവർക്കും ഒരു ലൈൻ കഴിഞ്ഞാൽ ചിലത് ഫിയർ ആവും, ചിലത് പൊസിഷൻ പോകുമെന്നുള്ള പേടി വരും, ചിലത് പല രീതിയിലും കോംപ്രമൈസിങ് പാർട്ടിലേക്ക് വരും. അല്ലെ, വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾക്ക് മോദിയെ ഭയപ്പെടുത്താനുള്ള വെള്ളാപ്പള്ളിനെ ഭയപ്പെടുത്തണ്ട. വെള്ളാപ്പള്ളി അല്ല, മോദിക്ക് വെള്ളാപ്പള്ളിനെ പേടിയില്ല. പക്ഷേ ഇവിടെ ഉള്ളവർ മോദിയെ പറ്റിപ്പിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ മോദിക്ക് ഭയമുള്ള വേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. കാരണം മോദിയുടെ പഴയ സാധനാ രീതിയിൽ നിന്നും മോദിക്ക് മാറേണ്ടി വന്നു. മോദി ഏറ്റവും കൂടുതൽ ഓറ ഇതുമായി ബന്ധപ്പെട്ടും സൂക്ഷ്മക്രിയയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിൽ നിന്നും മോദിക്കുണ്ടായ വ്യതിചലനം അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പേടിക്കാൻ പലർക്കും പല സോഴ്സുകളുണ്ട് പേടിക്കാൻ. കൂടെ ഉള്ളവരെ പേടിക്കേണ്ടി വരും, ചിലപ്പോൾ കൂടെ ഉള്ളവരെ തന്നെ പേടിക്കേണ്ടി വരും. നമ്മൾ ഇപ്പം എൻ്റെ കേസ് തന്നെ എടുക്കൂ. എനിക്കിവിടെ ഭൂതത്തിനെയോ പ്രേതത്തിനെയോ ഇവിടുത്തെ ക്രിമിനൽസിനെയോ ഒന്നും പേടിയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നെ ഞാനാക്കിയത് എൻ്റെ ഈ പറയുന്ന പോലെ യൂസ്ലെസ്സുകളായിട്ടുള്ള സുഹൃത്തുക്കളല്ല, ശക്തരായ ശത്രുക്കളായിരുന്നു. ഇന്നെനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, പക്ഷെ എനിക്ക് കുറേ യൂസ്ലെസ്സായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒരു ഗുണമില്ല. എന്നിട്ടല്ല സ്വാമി അത് പറ, സ്വാമി ഇത് പറ, ഒരാവശ്യം വന്ന സപ്പോർട്ട് പോലും ചെയ്യാത്ത ആൾക്കാർ. അവരല്ല എന്നെ ഞാനാക്കിയത്. എന്നെ അത്രയും ശക്തരായ എൻ്റെ ശത്രുക്കളായിരുന്നു. പിന്നെ എന്നെ സംരക്ഷിക്കുന്നത് ഇതാരുമല്ല, മേളുന്നൊരു ശക്തി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹിമാലയത്തിൽ പോയി, അവിടുന്ന് ഞാൻ ദീക്ഷയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കിട്ടിയിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞൊരു വാക്കേ ഉള്ളൂ, നീ പോകുന്നത് കേരളത്തിലേക്കാണ്. ഇന്ത്യക്ക് 4 ശത്രു കവാടങ്ങളാണുള്ളത്. 1 ചൈന, 2 ബംഗ്ലാദേശ്, 3 പാകിസ്ഥാൻ, 4 നിൻ്റെ നാട്. അവിടെ നിന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശക്തികൾ അവിടെ ഉണ്ടാവും. പക്ഷെ നിന്നെ വിട്ടത് ഋഷിവര്യന്മാരായതുകൊണ്ട് ദേവതകൾ മനുഷ്യരൂപത്തിൽ വന്ന് നിന്നെ സംരക്ഷിക്കാനുണ്ടാവും. അങ്ങനെ വന്ന കുറേ ആൾക്കാരാണ് എൻ്റെ ശക്തി സ്രോതസ്. അവരെൻ്റെ കൂടെ ഉണ്ട്, അവരെല്ലാ മേഖലകളിലുമുണ്ട്. അവർക്കറിയാം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന്, അവരെന്നെ മോണിറ്റർ ചെയ്യുന്നു. ഞാൻ അൾട്ടിമേറ്റ് അല്ല, എൻ്റെ മേളിലൊരു ശക്തിയുണ്ട്. താങ്കൾക്ക് ഈ പറയുന്ന ഫിയർ ഫാക്ടർ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ? ആരെങ്കിലും ഭയമുണ്ടോ? എനിക്ക് ഏറ്റവും വലിയ ഭയം എന്നെ തന്നെയാണ്. ഞാൻ അടുത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം കുറേ കഫവും മലവും മൂത്രവും പേശികളുമായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു മാംസപിണ്ഡം ആണ് നമ്മുടെ ശരീരം. ആ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ പോകുമെന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. എന്നെ വിട്ടിരിക്കുന്നത് ഈ എല്ലായിടത്തുനിന്നും ശരി, വലിയ കടവിലടിയാത്തത് ചെറിയ കടവിലടിയൊന്നുമില്ലേ. ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നവർ, ആ വേദന അനുഭവിച്ചവർ, ആ വേദന പങ്കുവയ്ക്കാൻ ആരുടെടുത്തെങ്കിലും ഒരിടത്ത് എത്തിച്ചേരണ്ടേ. അപ്പോൾ ഇതുപോലെ ഫിയർ ഇല്ലാത്ത ഒരാൾ CM ആയിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും വരണം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു മനുഷ്യജന്മം ഉണ്ടോ ശരിക്കും? അങ്ങനെ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമുക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ല, ഒരിക്കലും നമ്മുടെ നാട് നന്നാവില്ലല്ലോ. അത്തരത്തിലൊരു CM ആഭ്യന്തരമന്ത്രിയോ വന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ എന്ന് താങ്കൾ പറയുന്നു. അപ്പൊ അത്തരത്തിലൊരു ജനനം ഉണ്ടായിട്ടുണ്ടാവണം. ജനങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് തന്നെയാണ് എന്നും ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന പോലെ ഇവിടുത്തെ സംഖ്യകൾ കാണിക്കുന്ന പോലെ, അതായത് കൊരങ്ങൻ ഹനുമാന്റെ മേക്കപ്പ് ഇട്ടിട്ട് ഹനുമാനാന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ, ഇവിടെ ഒരു സംഘടനയുടെ പിൻബലമില്ലാതെ എന്നെപ്പോലെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി വരുത്തുന്നുണ്ടോ? എന്നെപ്പോലെ ഒരാളെ കാണിച്ചു തരും. എനിക്കൊരു സംഘടനയില്ലായിരുന്നു, ഒരു രീതിയിലുള്ള. ഇവന്മാർ 2008 തൊട്ട് എൻ്റെ എല്ലാം നശിപ്പിച്ചു എന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ പറയല്ലോ, ഏത് EDO, ഇൻകം ടാക്സോ, NIO, CBI എന്ത് വേണോ എൻ്റെ പേരിൽ അന്വേഷണം നടത്തിട്ട്. കാരണം ഞാൻ വളർന്നത് ഒരു 8ാമത്തെ വയസ്സോട്ട് സംഘത്തിൽ പോയിട്ട് സംഘത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പഠിച്ച, വ്യക്തിത്വ വികസനത്തിന് വേണ്ടി പഠിപ്പിച്ചൊരു പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ എന്നെ വളർത്തിയത് സന്യാസിമാരാണ്. ശിവഗിരിയിലെ സന്യാസിമാരാണ് എന്നെ വളർത്തിയത്. പിന്നെ എൻ്റെ ലൈഫുകളെല്ലാം ഞാൻ എത്തിപ്പെട്ടത് പോലും ഹിമാലയത്തിലാണ്. അവിടെ നിന്ന് എന്നെ ഒരു അസൈൻമെൻറ്റിൽ ഇങ്ങോട്ട് വിടണമെങ്കിൽ ഞാൻ അനുഭവിച്ചതുപോലെ അത്രയും ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഈ കാണിക്കുന്ന എല്ലാ അഭ്യാസം കാണിക്കുന്ന നേതാക്കന്മാർ അവരുടെ സംഘടനയിൽ നിന്ന് മാറി നിന്ന് നോക്കട്ടെ, അവരുടെ അഡ്രസ്സ് എന്തായിരിക്കും? അവർ വിളിച്ചാൽ
ആര് കേൾക്കാനാ? അവർ പറയുന്നത് ആര് കേൾക്കാൻ? ഈ മാസ് എല്ലാം കാണിക്കുന്നത് ഒന്നീ കോൺഗ്രസിൻ്റെയോ BJPയുടെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ പേരിലാണ്, അല്ലെങ്കിൽ ഒരു NSSൻ്റെയോ SNDPയുടെയോ പേരിലാണ്, അല്ലേ? ഇനി സിനിമാക്കാരനായതുകൊണ്ട് അങ്ങനെ ഒരു സെലിബ്രിറ്റി കിട്ടിയത്, ഞാൻ സിനിമാക്കാരൻ പോലും. സോ എന്നെ ഇവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തിക്ക് എന്തോ ചെയ്ത് തീർക്കാനുണ്ട്. ആ ശക്തി പറയുന്നിടത്തോളം സമയം എനിക്കിവിടെ ജീവിച്ചിരുന്നേ പറ്റുള്ളൂ. ശത്രുക്കളോടുള്ള പകയിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യം. ഈ മോദിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് വേട്ടയാടിയ ആ പാവത്തിന്. ആ വേട്ടയാടൽ ഇന്നെവിടെ എത്തി? ഇതൊരു രസമാണ്. മുന്നോട്ട് പോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, പല ശ്രീനാരായണീയന്മാരുടെയും വിചാരം അദ്ദേഹമാണ് SNDP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കെട്ടിപ്പടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷമാണ് SNDP കോട്ട പോലും ഉണ്ടായത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ശ്രീനാരായണീയരെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹം എന്താണെന്ന് കുറച്ചും കൂടി അറിഞ്ഞു വരുമ്പോൾ ഇത്തരക്കാരോട് ഇങ്ങനെ ഇദ്ദേഹമാണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നവരോട് അങ്ങേയറ്റം പുച്ഛം തോന്നിയിട്ടുണ്ട്. പക്ഷെ പത്മഭൂഷൺ വാങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനെതിരെ താങ്കളൊരു വലിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി താങ്കളെ വിനിയോഗിച്ചത് അല്ലെങ്കിൽ നിയോഗിച്ചത് ശ്രീ ഗോകുലം ഗോപാലനാണ് എന്ന തരത്തിലും ചർച്ചകൾ വരുന്നുണ്ട്, ചില റൂമറുകൾ കേൾക്കുന്നുണ്ട്. സത്യം എന്താണ്? ഗോപാലേട്ടനാണ് വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് ആദ്യമായിട്ട് ഇവിടെ ഫൈറ്റ് തുടങ്ങുന്നത്. ഭയങ്കര ഫൈറ്റൊക്കെ, 10-25 കോടിക്ക് മുകളിൽ അദ്ദേഹം പലതരത്തിലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളത് ചിലവാക്കി. ഇത് കണ്ട് നമ്മുടെ ആൾക്കാരിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരാളൊരു കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ധാർമ്മികമായൊരു യുദ്ധം ചെയ്യുന്നു, ഒരു ഇത് കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടി മാത്രം നിന്ന കുറേ പേര് പിന്നെ ഇദ്ദേഹത്തെ ഗോപാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കണ്ട് പിന്നീട് വെള്ളാപ്പള്ളി അവരെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അങ്ങോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു വക്കീലിൻ്റെ പേര് വരെ ആ ഇതിൽ എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മളെ വലിയ വേദനിപ്പിച്ചു. ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു. ഗോപാലേട്ടൻ എൻ്റെ അടുത്ത്, ഞാനും ഗോപാലേട്ടനായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മുടെ ഗുരുധർമ്മത്തെ തകർക്കുന്ന ഒരു രാക്ഷസൻ, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം, ധർമ്മം സ്ഥാപിക്കണം, ഗുരുവിൻ്റെ ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികമായ രീതി. പക്ഷേ ഒരു നിയമപരമായിട്ടല്ലാത്തൊരു ഫൈറ്റിനും ഗോപാലേട്ടൻ തയ്യാറായിരുന്നില്ല. ഞാനിതെല്ലാം കേട്ടു, സംസാരിച്ചു, നമ്മളങ്ങനെ ഒരു ബന്ധം, പിന്നെ നമ്മുടെ ബന്ധത്തിന് ഒരുപാട് ആഴങ്ങളിലേക്ക് എത്തി. എനിക്കൊരു പിതാവിൻ്റെയും അദ്ദേഹത്തിനൊരു മകൻ്റെയും, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുക്കളും ആയ ഒരു ജീവിതം നയിച്ചിങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റ് ഗോപാലേട്ടൻ എന്നോടൊരു കാര്യം പറയുന്നത്: ഇനി ഇതിൽ വേറെ കഥയില്ല, എല്ലാവരും ഗോപാലേട്ടൻ മതിയാക്കിയെന്ന് പറഞ്ഞു. അത് എനിക്ക് വേണ്ട താല്പര്യം. അങ്ങനെ എൻ്റെ മുന്നിൽ ഗോപാലേട്ടൻ എങ്ങനെ തളരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം മുന്നോട്ട് വന്നത് വെച്ചത് പൈസ ഉണ്ടാക്കാനോ ഈ SNDP എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ ആഗ്രഹിച്ചിട്ടല്ല. അദ്ദേഹത്തിൻ്റെ പൈസ മാത്രമെല്ലാം പോയത് തന്നെയാണ് വിഷയം. അങ്ങനെ ഈ കേസിൽ ഞാൻ പറയും, ശരി എന്നാൽ ഇനി ഞാൻ എൻ്റെ ഭാഗം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ ഗുരുവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അത് ഗോപാലേട്ടൻ ഓർമ്മിപ്പിച്ചു. ഞാനാദ്യം പറഞ്ഞു എനിക്കതിനോട് താല്പര്യമില്ല, ഞാനിപ്പോൾ കർണാടക സെറ്റിലായതല്ലോ, എനിക്കിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർക്ക് ഒട്ടും ഗുരുദേവൻ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഈഴവ സമുദായത്തിൽ ബഹുഭൂരിപക്ഷം. ഒരു കഥ കൂടിയുണ്ട്, അദ്ദേഹത്തെ തേങ്ങക്കടിച്ച് കൊന്നതാണ് എന്നൊരു കഥ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തേങ്ങക്കടിച്ച് കൊന്നതാണ്, മറ്റേ സിമന്റ് നാണുവാണ് ഇന്നൊക്കെ പറഞ്ഞിട്ട് അത് മഞ്ഞ ഇരിക്കുന്ന ഇതാണ്. മഞ്ഞയൊന്നും ഗുരു ഇട്ടതൊന്നും അല്ല, അത് ഈ കിഴങ്ങന്മാരാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ മഞ്ഞൾ കലക്കിയത് അന്ന് ഈ മസൂരിയും ചിക്കൻ ബോക്സും വരുന്ന സമയത്ത് അത് ആൻറ്റിസെപ്റ്റിക് ആയതുകൊണ്ട് അത് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെ ആക്കി വെച്ചതാണ്. ഗുരു മാത്രമേ ഉള്ളൂ 17 സൂക്ഷ്മ ശക്തികളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഗുരു മാത്രമേ ഉള്ളൂ യഥാർത്ഥ ആത്മീയതയുടെ അൾട്ടിമേറ്റ് ലെവലിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ളത് പഠിപ്പിച്ചിട്ടുള്ളൂ. ഓറയും ചക്രയും പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ കംപ്ലീറ്റ് അതൊന്നും ഇവിടെ വെളിയിൽ വന്നിട്ട് പോലുമില്ല. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കത് ലഭിക്കാൻ സാധിച്ചു. എനിക്കത് കിട്ടിയതിൻ്റെ കാരണവും നിങ്ങൾക്കൊക്കെ അറിയാം. എങ്ങനെയാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഗുരു. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ ഒരു ബന്ധവുമായി കണക്ട് ചെയ്ത് തന്നെ ഗോപാലേട്ടൻ ഇത് എന്നോട് പറഞ്ഞു. പിന്നെ
ഇനിയൊരു കാഴ്ച വേറെ ആയിരിക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പുകളും അവസാനം തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം എല്ലാവർക്കും സ്ഥാനം വേണം, ജനറൽ സെക്രട്ടറി വേണം. എനിക്ക് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു, ഞാൻ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല. ഗോപാലേട്ടനും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടെ ഉള്ളവർക്കൊക്കെ പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളാണ്. പിന്നെ ഒത്തൊരുമയില്ല. ഗുരു എന്താണെന്ന് അറിയണമെങ്കിൽ അവർക്കൊരു ആത്മീയ തേജസ് വേണം. അവരുടെ മൂലാധാരം തൊട്ട് സഹസ്രധാരം വരെ ആ എനർജി കൃത്യമായിട്ട് സഞ്ചരിക്കണം. ധർമ്മബോധം ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ശിവഗിരി മഠത്തുനിന്ന് നമ്മുടെ പ്രിയ സഹോദര സന്യാസിയായ സച്ചിദാനന്ദ സ്വാമി മാത്രമാണ് ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എത്രയോ ബിസിനസ്സുകാർ ഇവിടെയുണ്ട്. ആരും വിളിച്ചിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കില്ല, ഒരു കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാതിരിക്കുന്നത് പോലും അധർമ്മികളുടെ ലക്ഷണമാണ്. നമ്മളൊന്നും വേണ്ടിയിട്ടില്ല, ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുവിൻ്റെ ഈ ഒരു കാര്യം അവിടെ ധർമ്മം സ്ഥാപിക്കണം, അവിടെ എല്ലാം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് അത്രയും തീവ്രമായിട്ട് നിൽക്കുന്നത് അന്യജാതികളിൽ പെട്ടവരും അന്യമതങ്ങളിൽ പെട്ടവരുമാണ്. ആ മതവിശ്വാസികളായിട്ട് നിൽക്കുന്നവർ. അവരോട് അഭിമാനമാണ് തോന്നുന്നത്. കാരണം സ്വന്തം ആൾക്കാർക്ക് അറിയില്ലല്ലോ. അറിയുന്നെങ്കിൽ ഇവര് ഇങ്ങനെ കള്ളും കുടിച്ചും ബോധമില്ലാതെ ഇങ്ങനെ നടക്കല്ലേ നമ്മുടെ ആൾക്കാർ. പിന്നെ അതുപോലെ വെള്ളാപ്പള്ളിയാണ് വലുതെന്ന്, വെള്ളാപ്പള്ളി കാരണമാണ് ഈ ഇത് അറിയപ്പെട്ടു എന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണ്. കാരണം വെള്ളാപ്പള്ളി കാരണം ഒരു 127 ക്രിമിനൽ കേസുകൾ വന്നു വെള്ളാപ്പള്ളി വന്നതിന് ശേഷം. വെള്ളാപ്പള്ളിയുടെ ഈ മണ്ടത്തരവും വർഗീയതയും പറഞ്ഞു ഗുരു എന്താണോ പറയരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്ത് SNDP എന്ന് പറയുന്ന സ്ഥാനത്തിന് അങ്ങ് അറിയിച്ചു കൊടുത്തു. അത് ശരിയാണ് അങ്ങ് പറയുന്നത്, അല്ലാതെ ധർമ്മത്തിൻ്റെ രീതിയിലല്ല. ഗുരുധർമ്മല്ല പറഞ്ഞത്, ഗുരുധർമ്മം. ഇത് നടേശധർമ്മമാണ്. അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ള SNDP. പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെങ്ങനെയാണ് സോഡ നാരങ്ങ വെള്ളം ദാഹത്തിന് പരിഹാരമാക്കി. വെള്ളാപ്പള്ളി പറയുന്നത് ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്നാണ്. ഇനി ഇയാളുടെ ഈ അവസ്ഥ കണ്ട് യഥാർത്ഥ ഇപ്പോഴത്തെ SNDPക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ സർവ്വ നരക ദുരിത ഭണ്ഡാരം എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ പോകുന്ന ഒരു പ്രസ്ഥാനം. പിന്നെ ഇയാൾ ചെയ്തിരിക്കുന്ന തെണ്ടിത്തരങ്ങൾ, ഇയാളുടെ തെണ്ടിത്തരങ്ങൾ പറയാൻ ആരുമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ SP ഓഫീസിൽ ചെന്ന് കൃത്യമായിട്ട് ഞാൻ കൊണ്ടുകൊടുത്തു. ഇത് ഇന്ന 2 ബിഗ് ഷോപ്പർ നിറയെ ഫയൽ കൊണ്ടുകൊടുത്തു. ഇയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന PS രാജീവ് ജി, മുമ്പ് തഹസീൽദാറായിട്ടിരുന്ന അദ്ദേഹം തൊട്ട് ബാക്കിയുള്ള എല്ലാം അങ്ങനത്തെ വലിയ വലിയ നല്ല ഒറിജിനൽ പോരാളികളെല്ലാം ഇന്ന് നമ്മുടെ കൂട്ടത്തിലായി കഴിഞ്ഞു, ആയിക്കൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ TL ഡോൾഗോയെ പോലുള്ള വക്കീലന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ബാക്കി തൊട്ട് മുമ്പ് ഒരു വക്കീലിരുന്ന് വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് തന്നെ പൈസയും മേടിച്ചിട്ട് നമ്മളുടെ ഗോപാലേട്ടൻ്റെ അടുത്തുനിന്ന് മീറ്റിങ്ങും കൂടിയിട്ട് വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് പൈസയും മേടിച്ചിട്ട് പോകുന്ന ഒരു വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഗുണം. QR കോഡ് കൊണ്ട് സ്കാൻ ചെയ്ത് പൈസ മേടിക്കുക. പറയുമ്പോൾ വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ആണെന്ന് പറയും. എന്നിട്ട് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഇതുമൊക്കെ വെച്ചിട്ട് ചതി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഗോപാലേട്ടൻ പിന്നെ പറയുന്നത് ഇത് നിങ്ങൾ തന്നെ ഇത് ഇനി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അത് മാത്രമല്ല ബാക്കിയുള്ളവരുടെ തീരുമാനം എന്താണെന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ അത് പറയാൻ തുടങ്ങി. അത് എൻ്റെ നിയോഗമായിരിക്കാം. കാരണം 1928 കന്നി 5 ഗുരു സമാധിയായെങ്കിൽ ആ 28 തിരിച്ചിടുന്ന 82 കന്നി 5 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായിരിക്കാം. ഗുരു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങണം. അപ്പോൾ ആ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ ഉറപ്പായിട്ടും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ 127 കേസുകളുണ്ടെന്ന് താങ്കൾ പറയുമ്പോഴും അതിലിപ്പോൾ മഹേഷിന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഇത്രയും കൃത്യമായിട്ടൊരു എവിഡൻസ് വന്നൊരു കേസ് മുന്നിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ ഗുരുധർമ്മം പാലിക്കുന്നവർക്ക് ഇതിലേക്ക് താങ്കളെ ചോദ്യം ചെയ്യല്ല, പക്ഷെ എന്തുകൊണ്ട് ഒന്നും ആവാൻ പറ്റുന്നില്ലേ? എന്നെയല്ല ചോദ്യം ചെയ്യേണ്ടത്, രമേശ് ചെന്നിത്തലയാണ് ചോദ്യം ചെയ്യണം, VD സതീഷിനെ ചോദ്യം ചെയ്യണം. സമുദായ നേതാക്കൾക്കെതിരെ അവർ മിണ്ടില്ല എന്ന്. അവരെന്താ സമുദായ നേതാക്കള്? അവരുടെ വീട്ടിൽ കയറി ഒരു സമുദായ നേതാവ് തന്തയില്ലായ്മ കാണിച്ചവർ മിണ്ടാണ്ടിരിക്കുമോ? രമേശ് ചെന്നിത്തലേനെ ആഭ്യന്തരമന്ത്രി ആക്കിയിരിക്കുന്നത് ജനങ്ങളുടെ കാര്യം നോക്കാനാണ്. ഇവിടെ നീതിയും ധർമ്മവും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളിയുടെ മോനും സഹായം ചെയ്യാനല്ല. അതൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ഇടുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും പിണറായി വിജയനും ബാക്കിയുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടുന്ന ഷൂ പോളിഷ് ഉണ്ടല്ലോ,
അവരിടുന്ന ചെരുപ്പിൻ്റെ ഷൂ പോളിഷ്. ആ ഷൂ പോളിഷിൽ ഈ ഇച്ചിരി വിഷമുണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ എന്നെ ചത്തുപോയനെന്നറിയോ? അമ്മാതിരി കാല് നക്കലാണ് ഇവന്മാരെ നക്കുന്നത്. രമേശ് ചെന്നിത്തല തന്നെ എന്തിനാ രമേശ് ചെന്നിത്തല നോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഒരു കാര്യം മനസ്സിലാക്കൂ, ഈഴവ സമുദായത്തെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ. അവരാണ് ഈ സിമന്റ് നാണുവെന്നും അവരാണ് ഈ പറയുന്ന പോലെ തലയിൽ തേങ്ങ അടിച്ചു കൊന്നുവെന്നും പറഞ്ഞ് ഗുരുവിനെ അപമാനിക്കുന്ന ഒരു വർഗീയ വിഭാഗം ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ആ ഗ്രൂപ്പ് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ഈ സുകുമാരൻ നായരുടെ നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. മന്നത്തിൻ്റെ നായരല്ല. മണ്ണമെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ആളാണ്. 1947 പോലും ഹിന്ദു മഹാമണ്ഡൽ ഇതിൽ ഏറ്റവും മുഖ്യ കർമ്മിയായിട്ട് അതിൻ്റെ ഇതിൽ ജാതി വ്യവസ്ഥകൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ ആൾ അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞതിന് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു പോരാളിയാണ് ആദരണീയനായ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം പിള്ള എന്നുള്ള പേര് വരെ ഞാൻ എടുത്ത് കളയുന്നു എന്ന് പറഞ്ഞ അതാണ് യഥാർത്ഥ നായർ. ആ നായർ ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പറയുമ്പോഴും അവർ പറയുന്നത് NSSന് വിളക്ക് കത്തിച്ചു കൊടുക്കുന്ന ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു നായർ കുടുംബത്തിലുള്ള ഒരു സഹോദരനാണ് സന്യാസിയായിട്ട് ശിവഗിരിയിൽ ആദ്യം ഗുരു കൊണ്ടുവരുന്നത്. അപ്പം നായർ ഈഴവർ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും ധാർമ്മികമായ നെഞ്ചും മുതുകും പോലെയായിരുന്നു. എന്നാൽ ആ പറട്ട വെള്ളാപ്പള്ളി നടേശനെ പോലെ തന്നെ ഒരു പറട്ട സുകുമാരൻ നായരുണ്ട്. ഈ രണ്ട് തെണ്ടികളും ഉണ്ടല്ലോ, ഈ രണ്ട് നാറികളുമാണ് സമുദായത്തെ വെച്ച് ഇവിടെ വർഗീയതയും പറഞ്ഞ് ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ തെണ്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവർക്കാണ് ഈ രമേശ് ചെന്നിത്തല സേവനം ചെയ്യുകയാണെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ തന്നെ ഇരിക്കും. രമേശ് ചെന്നിത്തല ജനമനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. രമേശ് ചെന്നിത്തലയുടെ ജോലി പരാതിയുള്ള തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യട്ടെ. ഒരു തെറ്റും ചെയ്യാതെ എന്നെ പിടിച്ച് ഇവിടുത്തെ സർക്കാരൊക്കെ കുറേ നാളിട്ട് പൂട്ടി കളിച്ചില്ലേ, ഉപദ്രവിച്ചില്ലേ? തിരിച്ച് അതിൻ്റെ ഭവിഷ്യത്ത് എങ്ങനെയാണ് ഓരോരുത്തരും അനുഭവിച്ചെന്നും കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവർ അധർമ്മം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഇവർ അനുഭവിക്കും. അവർക്ക് വേണ്ടപ്പെട്ട സംഭവങ്ങൾക്കായിരിക്കും വേദന ഉണ്ടാവുക. പക്ഷെ ഇവിടെ മഹേഷിന്റെ ഒരു ആത്മഹത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് എവിഡൻസ് ഉള്ള കാര്യമാണ്, കറക്റ്റ് തെളിവാണ്. 3 പേര്. അതാണ് ഞാൻ SP ഓഫീസിൽ പോയി ചോദിച്ചത്. അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ പോലും സാമ്പത്തിക തിരിമറി എന്നുള്ളതാണ്. പക്ഷെ അതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ ജോയിനി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു അതുണ്ടായിരുന്നത്. എങ്ങനെയാണ് തുഷാറിന്റെ സൈൻ ഇല്ലാണ്ട് മഹേഷിന് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്താൻ പറ്റുക? ആ ഒരൊറ്റ ചോദ്യം തന്നെയാണ് ഞാൻ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇത് മൊഴി കൊടുത്തതിൻ്റെ ഇതിലും കാണിച്ചു തരാം. അത് മാത്രം ചോദിച്ചാൽ മതി. രമേശ് ചെന്നിത്തല അത് മാത്രം ചോദിക്കട്ടെ. വെള്ളാപ്പള്ളി നാളെ അകത്താണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ, രമേശ് ചെന്നിത്തല ധർമ്മപുത്രനാണെങ്കിൽ, അദ്ദേഹം അൺബൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. കാരണം ഹരിപ്പാടാണ്. പിന്നെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഇദ്ദേഹം ഹരിപ്പാട് MLA ആണല്ലോ. ഹരിപ്പാട് ഇരിക്കുന്ന ആലപ്പുഴയിലാണല്ലോ. ആലപ്പുഴയിലെ ജനങ്ങൾ, അവിടുത്തെ ഈഴവന്മാർ നാളെ രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഈ നടപടിയെ ബേസ് ചെയ്തിരിക്കും. ഇവർക്കിടെ കൂടെ ആകെ ഒരു 10,200 1500 പേരേ ഉള്ളൂ. ഇവർ പറയുന്നത് എന്താണ്? ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നെ തൊട്ടാൽ, ഞാൻ വിചാരിച്ചാൽ VM സുധീറിനെ തോപ്പിച്ച ഞാനാണ്, ഞാൻ അവരെ തോപ്പിക്കും, ഇവരെ തോപ്പിക്കും, ഇവരെ ജയിപ്പിക്കും. ആ ജയിച്ചു കഴിഞ്ഞാൽ അവരെ ജയിപ്പിച്ചു എന്ന് പറയും, തോറ്റു കഴിഞ്ഞാൽ അയാൾ തോപ്പിച്ചു എന്ന് പറയും. വെട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വേറൊരു വേർഷനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കോമഡി എന്ന് പറയുന്നത്, ഈ BDJS എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരു വാർഡ് മെമ്പറെങ്കിലും ഉമ്മാർക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നിട്ടാണ് ഇവർ ഈ ഊച്ചാളിത്തരം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ നേതാക്കന്മാർക്ക് ഇല്ലെങ്കിൽ അവന്മാരെ ഊളയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവരാരെയാ പേടിക്കുന്നത്? ഈഴവ സമൂഹത്തിന്റെ മുന്നിൽ ഭദ്രാനന്ദം ഉണ്ടാവും, വെള്ളാപ്പള്ളി നടേശനും ഉണ്ടാവും. ആര് പറയുന്നതാണ് ജനം കേൾക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം. കമ്മ്യൂണിറ്റി വെച്ചാണ് ഇയാൾ കളിക്കുകയാണെങ്കിൽ അതേ കമ്മ്യൂണിറ്റി വെച്ച് തന്നെ ഞാൻ കളിക്കും. കാരണം എനിക്കുള്ളൊരു പരമ്പര ഇയാൾക്കില്ല. ഇയാൾ കുമ്മനടിച്ച് കയറി വന്നതാ. ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്നതിൽ പോലും ഇയാളുടെ പങ്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നും അത് പ്രിയന്റെ മരണം, കോവിഡ് വന്നവൻ മരിച്ചു. DYSP ഷാജി എന്താണ് പറഞ്ഞത്? ഷാജി പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്. ഷാജി പുറത്തു പറഞ്ഞ ഷാജിയുടെ ഭാര്യയായിട്ട് അവിഹിത ബന്ധം ഡ്രൈവർ കൊള്ളുകൊണ്ടാണ് ഡ്രൈവറെ കൊന്നത്. അല്ല, ആ പയ്യൻ മരിക്കുന്ന സമയത്ത് കാരണം ഈ പ്രിയനെ കൊണ്ട് ആലുവയിൽ ഇറക്കുന്ന ടാറ്റാ സുമയിൽ കൊണ്ടുപോകുന്നത് അവനാണ്. സ്വാമിയെ തല്ലുന്നതും ആക്രമിക്കുന്നതും എല്ലാം അവൻ ദൃക്സാക്ഷിയായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതിനെ മറച്ചു വെച്ചു. സ്വാമിയുടെ തലയിൽ ഒലക്ക കൊണ്ട് അടിച്ചതിൻ്റെ പാടുണ്ട്.
അത് ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഫോട്ടോ എടുത്തതിൻ്റെ ഇത് ആ സമയത്ത് ഫോട്ടോഗ്രാഫറായിട്ട് നിന്ന സമയത്തുള്ളതിന്റെ വിവരം എന്നോട് പങ്കുവച്ചു. ഇതിന്റെ പിറകിൽ ഒരുപാട് അന്വേഷണങ്ങൾ ഞാൻ നടത്തിയതാ. സാക്ഷിയായിട്ടുണ്ടെന്നാണ്. പ്രിയനാണ് ചെയ്തത്. ഞാൻ അറിഞ്ഞ കാര്യം പ്രിയനാണ് ആ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ പ്രിയൻ അത് ചെയ്യുമ്പോൾ പ്രിയനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രിയന്റെ വണ്ടി ഓടിച്ചിരുന്ന ആളാണ് ഈ ഷാജിയുടെ ബസ് ഡ്രൈവറിന്റെ ആയിട്ടുള്ള ആളാണ് ആ പയ്യൻ. അവനെയാണ് വീട്ടിൽ നിന്ന് വന്ന് ഇവർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. 2 ദിവസം ആ പയ്യൻ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇത് ഇവൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനെ തീർത്ത് കളയുന്നത്. അപ്പം ഇവിടെ വെള്ളാപ്പള്ളി ജീവിച്ചിരിപ്പുണ്ട്, വെള്ളാപ്പള്ളിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ കൊന്നതുമായി ബന്ധപ്പെട്ട ഇതില് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഷാജി ജീവിച്ചിരിപ്പുണ്ട്. ഇവരെ ആരെയും അന്വേഷിക്കണം. കേരള പോലീസ് എന്താ അത്ര മണ്ടന്മാരാണോ? ഞാനൊരു പോലീസ് സ്റ്റോറിയാ, അതുകൊണ്ട് എനിക്ക് പോലീസ് സ്വഭാവം. പോലീസ് സൂപ്പർ പോലീസാണ്. അവരെ ഊപ്പകളാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് തൂഫാന്റെ പിന്നിലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, തൂഫാന്റെ ഇത് എത്രയോ കേസ് അന്വേഷിക്കേണ്ട പെൻഡിങ് സാധനമുണ്ട്. ശശികാന്തിന്റെ വിഷയത്തിൽ കേട്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന ഒരാള് നീന്തലിലൊക്കെ അതിവിദഗ്ധനായിരുന്നു എന്നൊക്കെ. ഏതൊഴുക്കിലും നീന്തുന്ന ആളായിരുന്നു. അത്തരത്തിലൊരാള് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഇവിടെ എന്താണ് വിശ്വാസയോഗ്യം? പിന്നെ ഈ പറയുന്ന ഇയാളെ പേടിച്ചിട്ട് ഇയാൾക്ക് 2 കാര്യമാണ്. ഒന്ന്, ഇയാൾ കൂടോത്രത്തിന്റെ ആളാണ്. അയാളുടെ കൂടോത്രമൊക്കെ ഞാൻ ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾ എന്ത് കൂടോത്രം ചെയ്താലും അതിനുള്ള കൗണ്ടർ സാധനം ചെയ്യാനുള്ള ഇത് അഘോരിക്കേ പറ്റുള്ളൂ. അതും സിദ്ധി തെളിയിക്കണം അത് കാണിക്കാൻ. ഇയാൾ എന്ത് സാധനം കാണിച്ചിട്ടും അതിനെ തിരിച്ചത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം കൊണ്ട് ഇനി ഇയാളെ വരട്ടണ്ട. പിന്നെ ഇയാൾ കമ്മ്യൂണിറ്റി സാധനം കൊണ്ട് കാണിക്കുന്നു. കമ്മ്യൂണിറ്റി സാധനം കൊണ്ട് കാണിക്കാനുള്ള തിരിച്ചൊരു സാധനവും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും അല്ല എനിക്ക് വിഷമം. എന്ന് പറഞ്ഞാൽ ഈ ശ്രീനാരായണ ഗുരുദേവനെ തിരിച്ചറിയാത്ത, അന്ന് ശ്രീനാരായണ ഗുരുദേവനെ അന്ന് പരിഹസിച്ച പോലത്തെ ആൾക്കാരാണ് ഇന്നും ഈ സമുദായ അംഗങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരെയും പരിഹസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഈഴവരെന്ന് പറയുന്നത് ക്ഷത്രിയന്മാരാണ്. രാവണന്റെ ചോരയാ. സിലോണിൽ നിന്ന് വന്നവരാ നമ്മൾ. ഉഴുവുന്നവർ, ഭൂമിയുടെ അധിപൻ, ആയുർവേദം, അതിൻ്റെ അറിവ് അത്രയും ഇതിലായിരുന്നു. കളരി, ഇതെല്ലാം നമ്മുടെ ഇതിലായിരുന്നു. പക്ഷെ ഇതിനെ വെട്ടിച്ചുരുക്കി ഒരുമാതിരി OBC ആക്കിയിട്ടു. ഇവിടെ പിന്നോക്ക വിഭാഗക്കാരെ എല്ലാവരെയും ഇതാക്കി വളരെ മോശമായിട്ടുള്ള വർഗീയത നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാക്കി ഇതിനെ മാറ്റി. ഇത്രയും പരമഗുരുക്കൾ ശങ്കരൻ തൊട്ട് ശ്രീനാരായണൻ വരെ വന്ന എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിന് ഇതിൻ്റെതായ ഒരു ആത്മീയ തലമുണ്ട്. ഇന്ത്യയുടെ മൂലാധാരമാണ് കേരളം. ഈ മൂലാധാരം നശിച്ചാൽ എല്ലാം നശിക്കും. പിന്നെ ആൾക്കാർ അജ്ഞതയാകുന്ന തിമിരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ വരണം. പണ്ടത്തെ മീഡിയ അല്ല ഇന്നത്തെ കാണില്ലേ മീഡിയക്കാര്. ദേ ആർ changed a lot. They are not like before. ഇപ്പൊ താങ്കൾ പറയുന്നത് പോലും ആഭിചാരപ്രിയനാണ്, കൂടോത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സയന്റിഫിക് തലത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഗോകുലൻ ഒരു അപകടം ഉണ്ടായത് പോലും ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളിയുടെ കൂടോത്രം കൊണ്ടാണെന്ന് കേട്ടു ഞാൻ. അതൊക്കെ എത്രത്തോളം നമ്മൾക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്? നമ്മുടെ ബുദ്ധി തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് എത്രത്തോളം? ബുദ്ധി തലത്തിൽ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പം സാറ്റലൈറ്റ് പ്രവർത്തിക്കുന്ന രീതികൾ ഒരു വേവിൻ്റെ ബേസിലാണ്, ഒരു എനർജിയുടെ ബേസിലാണ് റേഡിയേഷൻ പാസ് ചെയ്യുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിദ്യകളുണ്ട്, ക്രിയകളുണ്ട്. ബുദ്ധിയെ മറപ്പിച്ച് കളയാൻ പറ്റും, നമ്മളുടെ എനർജീസിനെ മാറ്റാൻ പറ്റും, 2 പേര് തമ്മിലിരിക്കുന്നവരെ എതിർപ്പിക്കാൻ പറ്റും, സംശയമുണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ്. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ഇതിൽ സിദ്ധി തെളിയിച്ച ആൾക്കാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മേപ്പതിൻ്റെ കേസിന് എങ്ങനെ കാണും? എന്തൊക്കെ രീതിയിൽ കാണും? അതുകൊണ്ടാണ് ഒരു ടീം പറയുന്നത് അധോലോകത്തിൻ്റെതാണ്, ഒരു ടീം പറയുന്നത് ആത്മീയത്തിൻ്റെതാണ്. അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പോലെ. ഇപ്പം നിങ്ങളെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും, സിമ്പിളാണ്. പക്ഷേ എനിക്കത് ഒരാളെ ഇല്ലാണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ വിദ്യകൾ കൊണ്ട് കാര്യമുണ്ട്. പക്ഷെ ഞാനും എൻ്റെ മുകളിലൊരു ശക്തിക്ക് ആൻസർ ചെയ്യണം. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ സിദ്ധികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി എനിക്ക് ഒരു നിബന്ധന ഉള്ളതാണ്. പക്ഷെ വേറൊരാൾ നിരപരാധിയാണ്, അവർക്ക് ഒരു രീതിയിലുള്ള സഹായം കിട്ടുന്നില്ല. ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ അധികാരികൾ, നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളെക്കാളും ശക്തരാണെങ്കിൽ നമ്മൾ ഇത്തരം വിദ്യകൾ ഉപയോഗിക്കാമെന്നുമുണ്ട്. അറ്റ്ലാസ്റ്റ് എപ്പോഴും ധർമ്മം ജയിക്കണം എന്നുള്ളതാണെങ്കിൽ ഇപ്പുറത്ത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലത്തെ ഫൈറ്റ് നടക്കുന്ന ഗുരുധർമ്മവും ആഭിചാരവും തമ്മിലാണ്. അതായത് വെള്ളാപ്പള്ളിയും താങ്കളും തമ്മിലാണ്.
ഇത്തരത്തിലൊരു ഫൈറ്റ് വരുമ്പോൾ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ അന്തിമ വിജയം ധർമ്മത്തിനായിരിക്കും. പക്ഷെ വെള്ളാപ്പള്ളിയുടെ അഭിചാരങ്ങൾ പലപ്പോഴും ഫലിക്കുന്നു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത്. ഫലിക്കുന്നുണ്ട്, ഫലിച്ചിരുന്നു. അപ്പൊ എന്തിനാണ് വിജയമുള്ളത്? ഇനി ഗുരുധർമ്മം തന്നെ വിജയിക്കും. കാരണം ഫലിച്ചിരുന്നത് കൊണ്ടാണല്ലോ പല ബുദ്ധിമുട്ടുകൾ പലരും ഫേസ് ചെയ്തത്. ഇതുവരെ ഫലിച്ചിരുന്നില്ല. ഇതിനു മുമ്പ് ഫലിച്ചത് കൊണ്ടാണ് ഫേസ് ചെയ്തത്. എൻ്റെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ക്രിയകൾ ഞാൻ ചെയ്യണ്ടേ? വെള്ളാപ്പള്ളിയുടെ ആഭിചാരത്തിനെതിരെയുള്ള കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വെള്ളാപ്പള്ളി ഇത്രയും ഗ്ലോറിഫൈഡ് ഇമേജ് ആയിട്ട് സമൂഹത്തിൽ ഒരു മായ ഇത് തീർത്തായിരുന്നു എന്ന്. ഇന്നിപ്പം നിങ്ങളെല്ലാവരും ഈ സമൂഹവും വെള്ളാപ്പള്ളിയെ തിരിച്ചറിഞ്ഞില്ലേ? അതാ മറ നീങ്ങിയത് കൊണ്ടാണ്. അതുപോലെ വെള്ളാപ്പള്ളിയുടെ മകൻ ആരാണ്? വെള്ളാപ്പള്ളി എന്താണ് ഇവിടെ ഒരു ഇത്രയും വലിയ വർഗീയവാദി, വർഗീയത പറഞ്ഞ് മാത്രം ജീവിക്കുന്ന. ഇപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ മോഹൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗുരുദേവൻ മറ്റേ കള്ളിൻ്റെ കാര്യം ചെത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വിദേശ മദ്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണവന്മാർ എവിടെയുണ്ട് വേറെ? അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ എന്ത് സേവനമാണ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 86 സീറ്റുകൾ ഇപ്പം തന്നെ 1 കോടിയിൽ നിന്ന് 1 രൂപ കുറച്ച് വരരുതെന്ന് പറഞ്ഞു. പൈസയും ചോദിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറല്ലേ? PhD കഴിഞ്ഞ പിള്ളേരെ പോലും റിജക്റ്റ് ചെയ്യല്ലേ? നമ്മുടെ കുട്ടികൾ എവിടെ ജോലിക്ക് പോകണം? ഇതെല്ലാം ഈ തന്തയും മോനും കൈയിട്ട് വരാൻ വേണ്ടി KL അശോകനും പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരുത്തനും കൂടെ ചേർന്നല്ലേ ഈ പൈസ എത്രയും മാറ്റിക്കൊണ്ട് പോകണം. ഇവന്മാർക്കെതിരെ എന്താ? ഇവന്മാർ ഇത്രയും നാളത്തെ സാമ്പത്തിക സ്രോതസ് എന്താ? എവിടെ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു 11 വർഷത്തെ സാധനം അന്വേഷിക്കാത്ത എന്താ? എവിടെ പോയി ED? എവിടെ പോയി ഇൻകം ടാക്സ്? എവിടെ പോയി ഇവിടുത്തെ റവന്യൂ ഇന്റലിജൻസ്? അവരെന്താ മാങ്ങ പറിക്കാതിരിക്കുകയാണോ? ഇവർക്ക് എന്താ ഇതൊന്നും അന്വേഷിച്ചൂടെ? അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിൽ വെച്ചിട്ട് പണി. കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി, അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെടില്ല. അവരിനി ഇടപെടില്ല. വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെടില്ല. ഇന്നലെ വരെ അവർ ഇടപെട്ടിട്ടുണ്ടാവുമായിരുന്നു. ഇനി അവരെ ഇടപെടില്ല. അവരെ കാണിച്ചുമ്മാക്കിയൊന്നും കാണിക്കണ്ട. അവർ നമ്മുടെ ചോരയാ. അവരെ ഇവിടെ പറ്റിച്ചത് ഇവിടുത്തെ സംഖ്യകളാ. ഇവിടുത്തെ പന്ന നാറികൾ കുറേ പേര് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന പോലെ നറേറ്റ് ചെയ്തിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാമല്ലോ, ഭദ്രാനന്ദ് പറയുന്നതാണോ നരേന്ദ്രമോദി അമിത്ഷയും ചെയ്യുന്നത്, അതോ ഈ പറയുന്ന കാട്ടുകള്ളൻ വെള്ളാപ്പള്ളി പറയുന്നതാണോ നരേന്ദ്രമോദി അമിത്ഷയും ചെയ്യുന്നത്? നമുക്കൊന്ന് കാണാം. ജനം കാണട്ടെ. ഇവിടെ സുപ്രീം കോടതി കൊളീജിയം റെക്കമെൻഡ് ചെയ്ത് ലിസ് മാത്യുവിനെ, അവർ PFIയുടെ അഡ്വക്കേറ്റാണ്, അവരെ സപ്പോർട്ട് ചെയ്യരുത്, അവരെ മാറ്റണം. സ്വയം നമ്മുടെ ശ്രീനിവാസനെ കൊന്ന് വ്യക്തിയെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നവരാണ് ഇവരെ എൻ്റർടൈൻ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജ്യേഷ്ഠതുല്യരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ മോദിജിയും അമിത്ഷാജിയും, നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും എന്ത് സ്റ്റെപ്പാണ് എടുത്തതെന്നും എൻ്റെ പോസ്റ്റും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, എൻ്റെ വാർത്തകളും ഉണ്ടാവും എന്താണ് കണ്ടത്. പക്ഷെ നമ്മൾ ചില സമയം വരെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നരേന്ദ്രമോദിയുടെ അടുത്തൊന്ന് സെൽഫി എടുക്കാനോ നരേന്ദ്രമോദിയായിട്ട് ബന്ധമുണ്ടെന്ന് കാണിച്ച് ഇവിടെ ഒന്ന് പട്ടിഷോ കാണിക്കാനോ ഉള്ളവരെ ഇവിടെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ, ഇവൻ വെറും ബിസിനസ്സുകാരനാണ്. ഇവൻ സ്വന്തം അമ്മായിയപ്പനെ പോലും പറ്റിച്ചവനാണ്. ഇവനെ ജയിപ്പിക്കരുതെന്ന് ഞാൻ ജനങ്ങളോട് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ കുറച്ച് തിരുവനന്തപുരത്തെ കുറേ കോന്തന്മാരുണ്ട് ഈ രാജഭക്തി മൂത്ത് കിടക്കുന്നത്. അവർ വരുത്തവരെയും ഇച്ചിരി വീർത്തിരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ, പുത്തനൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ അയ്യോ ഭയങ്കര ഇത് തോന്നുന്ന കുറേ കുരങ്ങുകളുണ്ട്. അവരെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷേ എങ്കിൽ മലബാറിൻ്റെ എങ്ങോട്ടുണ്ട് ഭദ്രാനന്ദിൻ്റെ ആൾക്കാർ? ഞാൻ സുരേന്ദ്രനെ ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഫൈറ്റ് ചെയ്തത് എൻ്റെ ആൾക്കാരാണ്. അവൻ്റെ അഹങ്കാരം, അവൻ്റെ നട്ടലൊടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അവൻ്റെ അഹങ്കാരം, അവനാണ് ഈ വെള്ളാപ്പള്ളി ഇത്രയും സപ്പോർട്ട് ചെയ്തത്. പിന്നെ ബാക്കി സപ്പോർട്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ, അവരുടെ ഡീല്. അത് മാത്രമല്ല, ഇപ്പോൾ ബാംഗ്ലൂർ നടന്ന യോഗത്തിൽ ഒരിക്കലും വേറെ സമുദായത്തിലെ ആൾക്കാരെ കൊണ്ടുവരില്ല. അത് കാരണം ഒരു ആഭ്യന്തര ചർച്ചയാണ്. ആദ്യമായിട്ട് ഇവിടെ CPM-ലും കോൺഗ്രസിലും ആൾക്കാരുണ്ടായിരുന്നു, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇയാളെ കൊണ്ടുവന്നില്ലേ രാജീവ് ചന്ദ്രശേഖർ. ഡീൽ ഉറപ്പിച്ചിരിക്കുക. ഇനി അവരെന്ത് വില്ലൻ ജയിച്ച കഥാപാത്രം ഈ ലോക ചരിത്രത്തിൽ ഒന്നിലുമില്ല. ഇനി അങ്ങനെ ഒരു വില്ലൻ ജയിച്ച കഥാപാത്രം ഉണ്ടെങ്കിൽ ആ വില്ലന്റെ കാലനായിരിക്കും നമ്മൾ. കാണട്ടെ, കേരളം കാണട്ടെ. പിന്നെ ഈ എല്ലാവരുടെയും വള്ളികൾ ഇപ്പം വേറൊരാളുടെ ഇത്രയും നാൾ എന്നെ എല്ലാവരും ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു. പല ആൾക്കാരുടെ ശത്രുക്കളെ തകർക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും. എനിക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് 1 രൂപ ഞാൻ വാങ്ങാറില്ല. പ്രത്യേകിച്ച് ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല. ഞാനതിൽ ശരിയാണോ ധർമ്മമുണ്ടോ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പലവരും ഇവിടെ ഞാൻ കണ്ടത്, സ്വാമി അങ്ങനെ പറയൂ, സ്വാമി ഇങ്ങനെ പറയൂ.
ഈ പറയുന്ന നാറികളൊന്നും വന്നിട്ട് ഒരു സപ്പോർട്ട് ചെയ്യത്തില്ല. എത്ര കേസുകൾ ഒരു വക്കീലിനുണ്ടാവുന്ന കേസ്, ഒരു 500 രൂപ ചിലർക്ക് ഒരു ഊണ് വാങ്ങിച്ച് തരാൻ മനസ്സില്ലാത്തവന്മാരാണ് നമ്മുടെ നാട്ടിൽ സ്വാർത്ഥന്മാർ. അപ്പം ഞാൻ ഈ നാടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ഫൈറ്റ് ചെയ്യാൻ എനിക്കെന്ത് തലവേദനയുണ്ടോ? നാട്ടുകാരില്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ BJP ഡീലിനെ പറ്റി താങ്കൾ പറയുന്നുണ്ട്, RCയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. BJP ഡീൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണത്. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഞാൻ കള്ളനാണ്. BJP സ്ഥാനാർത്ഥികളെ പോലും കാശ് കൊടുത്ത് വാങ്ങി എന്നുള്ളത് സിനിമാ മേഖലയിലേക്ക് പോലും ചർച്ചയായി കഴിഞ്ഞു. ഈ BJP ഞാൻ പറയില്ല, അതുകൊണ്ടാണ് ബിസിനസ് ജനതാ പാർട്ടി എന്ന് ഞാൻ പറഞ്ഞതിനെ. പിന്നെ കുറെ ബ്രോക്കേഴ്സ് ജനതാ പാർട്ടിക്കാരുണ്ട്. ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഈ പാർട്ടീനെ, ഈ ബാസ്റ്റേഴ്സ് ജനതാ പാർട്ടിക്കാർ ഇതിനെ ഭസ്മാസുരാസ് ജനതാ പാർട്ടി ആക്കുമെന്ന് ഞാൻ നിതിൻ ഗഡ്കരിയുടെ അടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞു. പുള്ളി എണീറ്റ് കൈയടിച്ചിരിക്കണേ. അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കണേ. തങ്ങളുടെ 3 അലിഗേഷൻസ് ഒക്കെ കൂടി കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ 2 അക്ഷരക്കാരനായ മുളകിന്റെ പേരുള്ള ഹോട്ടൽ ഉടമയും ഇപ്പുറത്ത് BJPയുടെ ഡീലും ഇപ്പുറത്ത് അമ്മയിൽ നിന്നും കാശ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങുന്നതൊക്കെ കൂടി വരുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ശരിയാണെന്നാണോ പറയുന്നത്? അത് 100% ശരിയല്ലേ? ഇത് വരാൻ പോകുന്നതിന് ഭീകരമായ കണക്കുകളാണ് പുറത്തു വരാൻ പോകുന്നത്. 15 കോടിയുടെ ഡീല് എന്ന് പറയുന്നത് 15 കോടിയൊന്നും ഒന്നുമല്ല 15 കോടി. ഇപ്പൊ ലെക്സസ് കാറുള്ള ഈ നേതാവ് എവിടെയാ? അവന് ഒരു ലെക്സസ് കാർ എടുക്കേണ്ട പൈസ എന്താ? സുരേഷിന്റെ കേസ് ഞാൻ പറഞ്ഞു. ആ സുരേഷ് മറ്റേ അനിൽ നമ്മുടെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട മരണവും പ്രശ്നവും വന്ന സമയത്ത് അദ്ദേഹത്തെ ഇവരാരും ഈ നാറികൾ സഹായിച്ചില്ല. ആ കേസ് അവിടെ ആ പൈസ 48 ലക്ഷം രൂപ കൊണ്ട് അത് തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവർ നിന്നു. ഞാൻ പറഞ്ഞു ഇലക്ഷൻ കഴിയുമ്പോൾ ആ പൈസ കിട്ടും, ഇവരടയ്ക്കും. 150 ഏക്കർ ഒരു നേതാവ് ഈ ഇലക്ഷനിൽ നിന്ന ഒരാളുടെ പേരിൽ 150 ഏക്കർ സ്ഥലം വാങ്ങിയതായിട്ട് ഇപ്പൊ ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. 150 ഏക്കർ. കാരണം ഈ പാർട്ടി എന്നിട്ട് കാര്യമില്ല, കിട്ടണയൊക്കെ വാങ്ങിക്കട്ടെ എന്ന്. ഇപ്പൊ എനിക്കറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്നാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. ഞാൻ പറഞ്ഞ തെളിവ് തരൂ, ഹിയർസേ വെച്ച് പറയാനൊന്നും പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് അവർ തിരിച്ചു വന്നു. ഇത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ റവന്യൂ വിഭാഗവും ഇന്റലിജൻസും പോലീസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ BJPക്ക് എന്തും ചെയ്യാം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പെണ്ണിനെയും ബലാത്സംഗം ചെയ്യാം, പീഡിപ്പിക്കാം, കൊല്ലാം, രാജ്യദ്രോഹം നടത്താം, ഏത് തെണ്ടികളെയും വേണമെങ്കിൽ എന്തും ചെയ്യാം, എന്ത് പണിയും ചെയ്യാം. കയ്യിൽ പൈസ ഉണ്ടോ എല്ലാ കേസും നമ്മൾ സെറ്റ് ചെയ്ത് തരുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഞരമ്പ് രോഗികൾ, എത്ര സ്ത്രീകളുടെ ഇല്ലേ ലൈഫിനെയാണ് ഇവന്മാരിട്ട് കളിപ്പിക്കുന്നത്. പെർവേർട്ടഡ് ആയിട്ടുള്ള കുറെ ബാസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇതിനകത്ത് RSSന് പങ്കൊന്നുമില്ല, പക്ഷെ തേറി വിളി അത്രയും കേൾക്കുന്ന RSS ആണ്. RSSന്റെ ഭാഗമായിട്ടുള്ള RSS നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇതുണ്ട്. അതായത് RSSന്റെ ഒരു പ്രതിനിധിയെ പോലും ഇപ്രാവശ്യം വെച്ചിട്ടില്ല. ആ റോളും കൂടെ സുരേഷിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇത് സംഘത്തിന്റെ ഭാഗത്തുള്ള ഒരാൾ ഇവിടെ ഇല്ല, മോണിറ്റർ ചെയ്യാൻ ആളില്ല. അതാണ് ഞാൻ പറയുന്നത്. RSSന്റെ പേര് പറഞ്ഞ് ഇതിനകത്തൊക്കെ നുഴഞ്ഞു കയറി, RSSന്റെ പേര് പറഞ്ഞ് പെണ്ണുപിടി, RSSന്റെ പേര് പറഞ്ഞ് പണപ്പിരിവ്, RSSന്റെ പേര് പറഞ്ഞ് ഡീല് നടത്തുക, എല്ലാ സംഘത്തിന്റെ പേര്. സംഘത്തിന് 1 രൂപ കിട്ടുന്നില്ല, ആരും കൊടുക്കൂല. വീടാന്തരം ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്ന പ്രചാരകന്മാരുടെ കൂട്ടത്തിൽ ഞാനും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ സംഘത്തിനകത്തുള്ള ആളല്ല, ഞാൻ പുറത്തു നിന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ RSSനെ വെച്ചിട്ട് ഇവന്മാരിങ്ങനെ ഇതാക്കണി. ഇനി RSS എന്ന് പറഞ്ഞ പഴയ സ്വയംസേവകന്മാരെ കൈവയ്ക്കും. ആദ്യം ഇവന്മാർ തന്തയില്ലാത്തവന്മാരാണെന്നും തന്തയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും ജനം ബോധ്യപ്പെടണം. ഇവിടുത്തെ സനാതനികൾ ഇവന്മാരെ കൈവയ്ക്കും. എവിടെയാണ് ഇവന്മാർ മോഷണം നടത്താത്തത്? ഇവന്മാരെ എവിടെ കൊണ്ടുപോയി? ഇവർക്ക് ആകെ അറിയുന്ന തട്ടിപ്പ്, വെട്ടിപ്പ്, മോഷണമല്ലേ. അപ്പൊ ഈ പറയുന്ന ഇവനാരാ? ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഈ അങ്കിൾ പെണ്ണാരാ? ആക്ച്വലി അവൻ എന്താ സ്വയംസേവനായിരുന്നു. അവൻ ഈസ് എ ബിസിനസ് മാൻ. സ്വന്തം അമ്മായിയപ്പനെ പോലും പറ്റിയപ്പോൾ എല്ലാവരും വന്നപ്പോൾ കുറെ കിഴങ്ങന്മാർ അവിടെ നിന്നിട്ട് ചോദിച്ചാണ്, അയ്യോ ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് പിന്നെ പൈസയ്ക്ക് ആവശ്യമില്ല. പൈസ ഉള്ളവനാണ് കൂടുതൽ പൈസയുടെ ആർത്തിയുള്ളത്. അവനാണ് വീണ്ടും അത്യാഗ്രഹം നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം, ഇവന്റെ സത്യസന്ധനായ പൈസയ്ക്കൊന്നും വേണ്ടാത്ത ഒരു താല്പര്യമില്ലാത്തവനാണ് ഇവന്റെ സ്വത്തല്ല സേവഭാരതിക്ക് എഴുതി വെക്കട്ടെ. അമ്മായിയപ്പനെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ BPLനെ അല്ലേ? ഇവൻ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എങ്കിൽ ഈ കോന്തൻ എല്ലായിടത്തും സേവഭാരതിക്ക് എഴുതി വെക്കട്ടെ. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുണ്ട്. 70% ഇന്ത്യൻസിന് പട്ടിണിയിലാണ്. ഇവിടെ അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്, മക്കള്. അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും തുടങ്ങാൻ പറ്റില്ല, അറിയോ? അവർക്ക് വേണ്ടി ക്രിപ്റ്റോ ആയിട്ട് ഇയാൾ കൊടുക്കട്ടെ.
ഇവിടെ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചിട്ട് പൈസ ഇല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ ഇതിൽ ഇയാളെ ചെയ്യട്ടെ, പറ്റുമോ ഇയാളെ കൊണ്ട്? ഇനി ഒന്നും വേണ്ട, NMCയിൽ പാവപ്പെട്ട കുട്ടികൾ ഇത് NMCയുടെ ഇതുണ്ട്, റൂൾ പ്രകാരം സ്റ്റൈഫൻഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആൾക്കാരെല്ലാരും കൊടുത്തിട്ട് ഒരു കമാന്നൊരു അക്ഷരകുമാരും വേണ്ടിയിട്ടില്ലല്ലോ. നരേന്ദ്രമോദിജിയും നദ്ദാജിയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ആണത്. കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് 25,000 വരെ ഈ MBBS കഴിഞ്ഞ പിള്ളേർക്കും BDGS കഴിഞ്ഞും BAMS കഴിഞ്ഞവർക്ക് അവരുടെ ഇതിനനുസരിച്ച് കൊടുക്കാൻ ഈ മാനേജ്മെന്റ് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ അതിനുവേണ്ടി കഴിഞ്ഞ പത്രസമ്മേളനം നടത്തിയത് അതുകൊണ്ടാണ്. അതിനുശേഷം എന്താ, ഇവിടെ ഒരു നിയമസഭയിൽ വരെ ചർച്ച വന്നു. ഇവർ സ്റ്റേ വരെ മേടിച്ചു നമ്മുടെ പ്രസ് മീറ്റിന് ശേഷം. ഞാനിവിടെ വാദിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷയത്തിലാണ്. എനിക്കിവിടെ ഒരുത്തൻ്റെ ഒരു പോസ്റ്റും വേണ്ട, ഒരു അംഗീകാരം എനിക്ക് തരണ്ട. ബിക്കോസ് ഞാൻ PP മൂന്നേട്ടം പറഞ്ഞ പോലെ വി ലെഫ്റ്റ് ഹോം നോട്ട് ഫോർ എനി പോസ്റ്റ് ബട്ട് ഫോർ എ കോസ് എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ, ഇഫ് ഹി ഹാസ് സ്ട്രോങ് ബോൾസ് ലെറ്റ് ഹിം റിറ്റാലിയേറ്റ്. അവന് പറ്റുമെങ്കിൽ അവൻ ഇത് NMCയുടെ കേസ്, കേന്ദ്രത്തിന്റെ കേസിൽ അവൻ എന്തുണ്ടാക്കാൻ MLA ആയിരിക്കുന്ന അവൻ പറഞ്ഞ വേറൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ആഭ്യന്തര പ്രശ്നമാണ്. ഇവൻ ആഭ്യന്തര ജസ്റ്റ് ഒരു പാർട്ടി പ്രസിഡന്റ് ആണെങ്കിൽ ഓക്കെ, ആഭ്യന്തര പ്രശ്നമാണ്, നമ്മളുടെ ഇതാണ്. MLA കൂടിയാ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാനും അനീതികളിലെ ചൂണ്ടിക്കാണിക്കാനും നീതി നടപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ അതുകൊണ്ട് ആ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധിയാണ് അയാൾ. മാത്രമല്ല ഇയാൾ പറയുന്നത് BJPയുടെ ഫണ്ടാണ്. BJPക്ക് ഇവന്റെ അമ്മായിയപ്പൻ കൊടുത്ത ഫണ്ടാണോ, അല്ല ഇവന്റെ അപ്പൂപ്പൻ കൊടുത്ത ഫണ്ടാണോ? ഈ പൊന്തന്മാടക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്താണ് BJP എന്ന്? ജനങ്ങളുടെ ഫണ്ടാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പോലെ ഒരു കാണിക്ക BJPയിലെടുത്ത ഹിന്ദുക്കൾ ഇടുന്ന ഫണ്ടാണ്. നമ്മളടക്കമുള്ള ആൾക്കാർ, നമ്മുടെ കൂടെയുള്ള ബിസിനസ്സുകാർ കൊടുക്കുന്ന ഫണ്ടാണ്. ജനനികുതി പിരിച്ചുണ്ടാക്കുന്ന ഫണ്ടാണ്. അതിനെ ഇലക്ഷന്റെ ഫണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുമ്പോൾ ജനങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലേ? ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മണ്ടയ്ക്ക് കയറണം എന്തിനാവന്മാര്? അല്ലെങ്കിൽ ഇവന്റെ ഫണ്ടാണോ, ഇവന്റെ പേഴ്സണൽ ഇതാണോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി ഇതൊന്നും ചോദിക്കാൻ ആരും ഇവിടെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ചോദിക്കണമെങ്കിൽ ആ ചോദിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടായിരിക്കണം. സ്ഥാനഭയം, അയ്യോ എൻ്റെ സ്ഥാനം പോവും, മരണഭയം, എന്നെ എന്തെങ്കിലും കൊന്നുകളയോ, അയ്യോ എന്നെ പിടിച്ച് അകത്തിടുവോ, എന്നെ ഇതാക്കുവോ, എന്നെ ദ്രോഹിക്കുവോ. ഇവന്മാര് ദ്രോഹിക്കണമെങ്കിൽ ഇവന്മാര് പണി കൊടുക്കാനുള്ള ഒരു സാധനം കൂടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഒരു 10-15 വർഷത്തേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവന്മാരൊക്കെ എങ്ങനെ അടിക്കും, എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, ഇവന്മാർ ഒരു സ്റ്റെപ്പ് അടിക്കുമ്പോൾ ഇവന്മാരുടെ എല്ലാ മർമ്മങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ എന്നെ വിട്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്ക് അറിയാം. എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരെ ഒന്നും ബാക്കി വെക്കരുത്, എല്ലാവരെയും നിയമത്തിന്റെ മുന്നിലും ജനകീയ കോടതിയുടെ മുന്നിലും എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനെയൊക്കെ ഈ പറയുന്ന കള്ളന്മാരെയൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ, വെള്ളാപ്പള്ളി അടക്കം ഇവന്മാരെയൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമുക്കൊരു 48 മണിക്കൂർ മതി. പക്ഷെ അത് പേഴ്സണൽ റിവെഞ്ച് ആയിട്ട് പോകും. അതെനിക്ക് താല്പര്യമില്ല. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ രക്തസാക്ഷിയാവും. ബിഫോർ ദാറ്റ് അവരെ എക്സ്പോസ് ചെയ്യണം. പിന്നെ പട്ടിക്ക് പോലും വേണ്ടാത്ത പത്മ തിരിച്ചെടുക്കും കൂടെ വേണ്ടേ? തിരിച്ചെടുക്കണം, അത് എടുക്കണമല്ലോ. അത് ഇവിടെ അല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഒരു കള്ള വക്കീല് ഗോപാലേട്ടൻ്റെ കൂടെയൊക്കെ വന്ന് കൂടിയിട്ട് ഇത് പറഞ്ഞ പോലെ ഇവിടെ ഹൈക്കോടതി കൊണ്ടുകൊടുത്തിട്ട് എന്ത് കാര്യമാണ്? അത് കൊടുക്കേണ്ട സുപ്രീം കോടതിയിലാണ്. അത് നമ്മളിപ്പോൾ ഫയൽ ചെയ്യും. നമ്മൾ അങ്ങോട്ട് തന്നെ പോവുക. അതായിരിക്കട്ടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാം ഒന്ന് ഇപ്പൊ ഇവിടെ SP-ക്ക് കൊടുത്തു. പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല ഭയം കൊണ്ടോ അല്ലെങ്കിൽ വേറെ താല്പര്യം കൊണ്ടോ എന്ന് ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ വെള്ളാപ്പള്ളി ഉടനകത്താവും. വെള്ളാപ്പള്ളി അകത്താവാതിരിക്കുന്നിടത്തോളം കാലം രമേശ് ചെന്നിത്തല ജനങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അതും വേറെ കാര്യമാണ്. ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ കിടക്കുകയാണല്ലോ. ഫിയർ ഫാക്ടർ, അങ്ങനെ ഫിയർ ആയിട്ടുള്ള ഒരാളെ ജനം നേതാവാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കും. പക്ഷെ ഇത് പോസ്റ്റൊക്കെ വെറും ടെമ്പററി ആണെന്നേ. ഇത് കഴിഞ്ഞ പിണറായി വിജയൻ എത്രയും മാസമായിട്ട് കാണിച്ച പിണറായി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രസവ വാർഡിൽ പ്രസവം നിർത്തി കിടക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഇവിടെ കിടക്കുന്നില്ല. പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ പോയി പിണറായി? ഏതാനും മാസം മുമ്പ് വരെ പിണറായി എന്തായിരുന്നു? അതുപോലെ പിണറായി തന്നെ തോറ്റതിന്റെ കാര്യം എന്താ? ഈ വെള്ളാപ്പള്ളി നടേശന് ചെന്ന് കൈ കൊടുത്തുകൊണ്ടാണ്. പിണറായി മാൻഡ്രേക്ക് ആണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. പിണറായിയുടെ ഇത് മാൻഡ്രേക്കിന്റെ ഒക്കെ അങ്ങ് പ്രോ വേർഷൻ ആണ്. മാത്രമല്ല മോദിജിക്ക് തന്നെ കൊണ്ടൊരു പ്രതിമ, കറുത്ത പ്രതിമ തന്നെയാണ് കൊണ്ടുകൊടുത്തത്. അത് കംപ്ലീറ്റ് ബ്ലാക്ക് മാജിക് ചെയ്ത് കൂടോത്രം സ്റ്റഫ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതെടുത്ത് ഇന്ത്യൻ നേവിയിലെ കൊടുത്ത്
ഇന്ത്യൻ അതിർത്തി കഴിഞ്ഞിട്ടുള്ള വല്ല കടലിലും കൊണ്ട് കളയാൻ പറഞ്ഞു. പൊട്ടിച്ച് കളയട്ടെ, ഇല്ലെങ്കിൽ അത് ഇരിക്കുന്നിടത്തോളം കാലം മോദിക്ക് പണിയായിരിക്കും. കാരണം മോദിയുടെ സൂക്ഷ്മ ശരീരത്തെ സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണത്. അത് കാണുമ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേറ്റീവ് സാധനങ്ങളുണ്ട്, ഈ ബയോ നീഡിൽസ് പോലുള്ള സാധനങ്ങൾ. അത് വെറുതെ വെച്ചിരുന്നാൽ തന്നെ നമ്മുടെ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം മന്ത്രത്തിൽ നിന്ന് വരെ മിസൈൽ ഡെവലപ്പ് ചെയ്യുന്ന റിസർച്ചിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് അബ്ദുൽ കലാം സാറ് രാജ്യം വിടുന്നത്, ലോകം വിടുന്നത്. അപ്പം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി എന്തായിരുന്നാലും ഈ കൂടുതൽ ഇവിടെ ഇരുന്ന് നമ്മൾ 24 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം.